നിയമസഭാ തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ട ജീവനക്കാർക്ക് വോട്ടവകാശം അനുവദിക്കണമെന്നതടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് FSCTOയുടെയും ജോയിന്റ് കൌൺസിലിന്റെയും നേതൃത്വത്തിൽ ആലപ്പുഴ കളക്ടറേറ്റിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തി. വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണവുമായി ബന്ധപ്പെട്ട BLOമാരുടെ വർദ്ധിപ്പിച്ച വേതനം അനുവദിക്കുക, പോളിംഗ് ഡ്യൂട്ടി ചെയ്ത BLOമാർക്ക് വേതനം നൽകുക, BLOമാർക്കെതിരായ പോലീസ് അതിക്രമങ്ങളിൽ നടപടിയെടുക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് FSCTO ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തിയത്. NGO യൂണിയൻ ഓഫീസിൽ നിന്ന് ആരംഭിച്ച പ്രകടനത്തിൽ നിരവധി അധ്യാപകരും ജീവനക്കാരും പങ്കെടുത്തു. തുടർന്ന് കളക്ടറേറ്റിന് മുന്നിൽ നടന്ന പ്രതിഷേധ യോഗം KGOA സംസ്ഥാന വൈസ് പ്രസിഡന്റ് CK ഷിബു ഉദ്ഘാടനം ചെയ്തു. വിവിധ ജോലികൾ നിർവഹിച്ചിട്ടുണ്ട്. അത് കേവലം തെരഞ്ഞെടുപ്പ് ദിവസങ്ങളിൽ മാത്രമല്ല, തെരഞ്ഞെടുപ്പിന്റെ പ്രക്രിയ ആരംഭിക്കുന്ന മാസങ്ങൾക്ക് മുമ്പ് തന്നെ രാപ്പകലില്ലാതെ കഷ്ടപ്പെടുന്ന നിരവധി ജീവനക്കാരുണ്ട്. ഈ ജീവനക്കാരോട് വൈരനിര്യാതന ബുദ്ധിയോടുകൂടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമീപിച്ചിട്ടുള്ളത്. അവർക്ക് ന്യായമായ വേതനം നൽകുന്നതിന് തയ്യാറായില്ല. അതിനേക്കാൾ ഉപരി അവരുടെ വോട്ടവകാശം വിനിയോഗിക്കുന്നതിനുള്ള അവസരം നൽകുവാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവസരം നൽകിയില്ല. ഇലക്ഷൻ പ്രക്രിയ പരിപൂർണമായും സുതാര്യമായും സത്യസന്ധമായും കേരളത്തിലും ഇന്ത്യയിൽ നടപ്പിലാക്കപ്പെടുന്നത്. എന്നാൽ ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നതുപോലെ ഇലക്ഷൻ പ്രക്രിയ ഏറ്റവും സമാധാനപരമായും ഏറ്റവും സുതാര്യമായും നടപ്പിലാക്കുന്നതിന് സ്വന്തം കുടുംബത്തെയും സ്വന്തം സുഹൃത്തുക്കളെയും സ്വന്തം സുഖത്തെ ഉപേക്ഷിച്ച് രാപകലന്യേ പ്രവർത്തിക്കുന്ന ജീവനക്കാരെ കൊണ്ട് എങ്ങനെ വോട്ട് ചെയ്യിപ്പിക്കാതിരിക്കാമെന്നുള്ള പരീക്ഷണമാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. FSCTO ജില്ലാ പ്രസിഡന്റ് TJ അജിത് അധ്യക്ഷത വഹിച്ചു. FSCTO ജില്ലാ സെക്രട്ടറി C സിലീഷ്, NGO യൂണിയൻ ജില്ലാ സെക്രട്ടറി ബൈജു പ്രസാദ്, VK രാജു തുടങ്ങിയവരും സംസാരിച്ചു. ജോയിന്റ് കൌൺസിലിന്റെ നേതൃത്വത്തിൽ ആലപ്പുഴ കളക്ടറേറ്റിന് മുന്നിൽ നടത്തിയ പ്രതിഷേധം സംസ്ഥാന കമ്മിറ്റി അംഗം VS സൂരജാണ് ഉദ്ഘാടനം ചെയ്തത്. ജോയിന്റ് കൌൺസിൽ ജില്ലാ പ്രസിഡന്റ് C പ്രസാദ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ M അനിൽകുമാർ, ധന്യ പൊന്നപ്പൻ, ജില്ലാ സെക്രട്ടറി CN പ്രമോദ്, ജയചന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. കുറഞ്ഞ സമയമെന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഇലക്ഷൻ കമ്മീഷൻ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നത് ഏതാണ്ട് തെരഞ്ഞെടുപ്പിന് കൃത്യം ഏകദേശം ഒരു മാസം മുമ്പാണ്. നമുക്കറിയാം, ഒരു ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അനവധിയായ ജോലികളാണ് ചെയ്തു തീർക്കാനുള്ളത്. ഒരു മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന പ്രവർത്തികളാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്തു തീർക്കാനുള്ളത്. അത് ഈ ചുരുങ്ങിയ കാലഘട്ടത്തിനുള്ളിൽ, ചുരുങ്ങിയ സമയപരിധിക്കുള്ളിൽ തന്നെ വളരെ കൃത്യമായും വളരെ ചിട്ടയായും നടത്തിയത് കേരളത്തിലെ സർക്കാർ ജീവനക്കാരും അധ്യാപകരും അതൊരു വെല്ലുവിളിയായി ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ് അത്തരം കാര്യങ്ങൾ വളരെ കൃത്യമായി നടത്തിയിട്ടുള്ളത്.